ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഡാംഡോക്ക് എന്ന ബ്രാൻഡിൻ്റെ 10% നിയാസിമേഡ് സിറത്തെ കുറിച്ചിട്ടുള്ള വീഡിയോ ആണ്. ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുന്നതിന് മുന്നേ നിയാസിമേഡിനെ കുറിച്ച് ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. നിയാസിമേഡ് എന്താണ്, അതിൻ്റെ ബെനിഫിറ്റ് എന്താണ്, അതിലെ റിസ്കുകളും കാര്യങ്ങളും എന്താണ്, നമ്മൾ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ എല്ലാം ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക. ഞാൻ ഈ പറയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ആദ്യം തന്നെ എന്താണ് ഈ നിയാസിമേഡ് എന്നാണ് നോക്കാൻ പോകുന്നത്. വൈറ്റമിൻ D3യുടെ ഒരു ഫോമാണ് നിയാസിമേഡ്. മറ്റുള്ള ഫേസ് സെറത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു സെറമാണ് നിയാസിമേഡ് സെറം. ഈ ഒരു സെറത്തിന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. കണ്ടിന്യൂസ് ആയി യൂസ് ആക്കിയ കഴിഞ്ഞാൽ സ്കിൻ ലൈറ്റനിങ്, ഫേസിൽ തുറന്നിരിക്കുന്ന പോർസൊക്കെ മിനിമൈസ് ചെയ്യാനും ഈവൻ ടോൺ ആക്കി മാറ്റാനും, സ്കിന്നിൻ്റെ ഡൾനെസ്, ഫൈൻ ലൈൻസ്, പിന്നെ റിക്കിൾസ് ഇതൊക്കെ കുറയ്ക്കാനും, പിന്നെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ കൺട്രോൾ ചെയ്യാൻ വേണ്ടി, സൺ ഡാമേജ് കാരണം നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡാർക്ക് സ്പോട്ട് ഇതൊക്കെ കുറയ്ക്കാനും ഇതൊരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആക്നെ സ്റ്റാർ അപ്പിയറൻസ് മിനിമൈസ് ചെയ്യാനും സ്കിൻ ഹൈഡ്രേഷൻ ഇംപ്രൂവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സെബം പ്രൊഡക്ഷൻ കൺട്രോൾ ചെയ്യാനും ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് കുറയ്ക്കാനും ഈ ഒരു സെറം ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓയിലി സ്കിൻ ടൈപ്പുകാർക്ക് യൂസ്ഫുൾ ആയ ഒരു സെറമാണിത്. ഇത് നമുക്ക് ഡേ ഓർ നൈറ്റ് എപ്പോൾ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റും. ഡേ ടൈമിൽ യൂസ് ചെയ്യുമ്പോൾ സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഒരു SPF 30+ എന്തായാലും നമ്മൾ യൂസ് ചെയ്തേ പറ്റത്തുള്ളൂ. ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ആസിഡ് ആയിട്ടുള്ള സ്കിൻ കെയർ പ്രൊഡക്റ്റ് ഈ സെറത്തിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പാടില്ല. എക്സാമ്പിളായി പറയാൻ പറ്റുന്നത് വൈറ്റമിൻ C സെറം, പിന്നെ നമ്മുടെ ആൽഫ ബീറ്റ ഹൈഡ്രോളിക് ആസിഡിൻ്റെ പ്രൊഡക്റ്റ് ഉണ്ട്. അതൊന്നും നമുക്ക് ഇതിൻ്റെ കൂടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. യൂസ് ചെയ്താൽ കെമിക്കൽ റിയാക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ മുഖത്ത് റെഡ്നെസ് ഉണ്ടാകാനുള്ള ചാൻസാണ് ഏറ്റവും കൂടുതൽ. നിയാസിമേഡ് സെറം യൂസാക്കി കഴിഞ്ഞാൽ ചേഞ്ചസ് വിസിബിൾ ആവണമെങ്കിൽ ഒരു 8 ആഴ്ച മുതൽ ഒരു 12 ആഴ്ച വരെ എടുക്കും. പിന്നെ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 18 വയസ്സ് മുകളിലുള്ളവർ മാത്രം ഈ ഒരു സെറം യൂസ് ചെയ്യുക. കാര്യം 18 വയസ്സിൽ താഴെയുള്ളവരുടെ സ്കിന്ന് കുറച്ച് സോഫ്റ്റ് ആയിരിക്കും. അപ്പോൾ അവരുടെ സ്കിന്നിന് ഇത് തീരെ പറ്റാൻ ചാൻസ് ഇല്ല. അപ്പോൾ ഈ സെറം എങ്ങനെയാണ് നമുക്ക് യൂസ് ആക്കേണ്ടത് നോക്കാം. മുഖം നന്നായിട്ട് കഴുകുക. എന്നിട്ട് 2 മുതൽ 3 തുള്ളി, 2 തുള്ളി മതി, ബിഗിനേഴ്സിന് 2 തുള്ളി മതി. സെറം മുഖത്ത് നല്ലോണം മസാജ് ചെയ്യുക. അത് കംപ്ലീറ്റ്ലി അബ്സോർബ് ആവുന്നതിന് മസാജ് ചെയ്യുക. എന്നിട്ട് നൈറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്കൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പർപ്പിൾ നിന്ന് വരുന്ന ഈ ഒരു പ്രൊഡക്റ്റ് ഇത് ക്രുവാലിറ്റി ഫ്രീ, പാരബൻ ഫ്രീ, സൾഫേറ്റ് ഫ്രീ ഒക്കെയാണ്. പിന്നെ ഡെർമറ്റോളജിസ്റ്റ് ടെസ്റ്റഡ് ആയ പ്രൊഡക്റ്റാണ്. അതുകൊണ്ട് 100% സേഫാണ്. നമുക്ക് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. സേഫായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത് യൂസ് ചെയ്ത് നോക്കുമ്പോൾ എന്തെങ്കിലും അലർജിയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പാൽ ടെസ്റ്റ് എന്തായാലും ചെയ്തിരിക്കണം. അതിന് ശേഷം മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ ഗൈസ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, ഞാൻ അപ്പോൾ തന്നെ റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ ബൈ ഗൈസ്.